നമ്മളെല്ലാവരും ചെയ്യുന്ന ഒരു വലിയ തെറ്റെന്ന് പറഞ്ഞാൽ പപ്പായ എടുക്കും, പപ്പായയുടെ ഇല യാതൊരു മൈൻഡും ചെയ്യാതെ കളയാറാണല്ലേ പതിവ്. എന്നാൽ ഇനി ആരും ഈ വീഡിയോ കണ്ടതിന് ശേഷം പപ്പായ മാത്രം എടുക്കാതെ പപ്പായയുടെ ഇലയും കൂടെ എടുത്തോളൂ കേട്ടോ. ഈ പപ്പായയുടെ ഇല വെച്ചിട്ട് നമുക്ക് 1-2 അടിപൊളി ഐറ്റംസ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അതോടുകൂടി തന്നെ ഇതിന് നമുക്ക് നല്ലൊരു സൂത്രമുണ്ട്. അതായത് നമുക്ക് കറിവേപ്പിലൊക്കെ ഒരുപാട് കിട്ടുന്ന സമയത്തും നമ്മൾ വീട്ടിൽ നിന്ന് കറിവേപ്പിലൊക്കെ നമ്മൾ മരത്തുമെന്ന് പൊട്ടിക്കുന്ന സമയത്തൊക്കെ ഇതുപോലെ വലുതാക്കി പൊട്ടിച്ചെടുത്തിട്ട് അത് ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിക്കുമ്പോൾ നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടാറുണ്ടല്ലേ. കറണ്ടൊക്കെ പോവുകയാണെങ്കിൽ എന്തായാലും അത് ചീഞ്ഞു പോകും, പെട്ടെന്ന് ഇല കേടാവാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഇനി ഫ്രിഡ്ജിലൊന്നും സൂക്ഷിക്കാതെ നമുക്കിതാ നല്ലൊരു അടിപൊളി പരിപാടി എന്താണെന്ന് വെച്ചാൽ ഒരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം എടുക്കട്ടോ. കാരണം എന്താ വെച്ചാൽ ഗ്ലാസ്സിൽ വെള്ളം എടുത്തിട്ട് ആ ഒരു കറിവേപ്പിൻ്റെ തണ്ടോട് കൂടി നമ്മളൊന്ന് കുത്തി വെച്ച് കഴിഞ്ഞാൽ എത്ര ദിവസം കഴിഞ്ഞാലും ആ ഒരു ഇലയ്ക്ക് ഒരു മാറ്റം ഉണ്ടാവില്ല. പിന്നെ ഫ്രിഡ്ജിൽ ഇത് വെക്കേണ്ട ഒരാവശ്യം ഉണ്ടാവില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കറിവേപ്പ് നമ്മളെ വീട്ടിലെ മരത്തുമെന്നൊക്കെ ചില അധികം ആളുകൾക്കുള്ള പ്രശ്നമാണ്. കറിവേപ്പ് നമ്മൾ ഒടിച്ച് കഴിയുമ്പോൾ കറിവേപ്പ് വേഗം ഉണങ്ങി പോവുകയാണ്, കറിവേപ്പ് എത്രയായിട്ടും വളരുന്നില്ല എന്നൊക്കെ പ്രശ്നമുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ കറിവേപ്പ് നമ്മൾ എടുക്കുമ്പോൾ ഇതുപോലെ പൊട്ടിച്ചിട്ട് എടുക്കണം കേട്ടോ. ഇങ്ങനെ പൊട്ടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പൊട്ടിച്ചതിൻ്റെ അടിഭാഗത്ത് ഒരുപാട് തണ്ടങ്ങളായിട്ട് വേറെ ഇണറ് പൊട്ടി വരികയും ചെയ്യും. ഇഷ്ടം പോലെ കറിവേപ്പ് ഉണ്ടാവുകയും ചെയ്യും. കറിവേപ്പിൻ്റെ മരത്തിന് യാതൊരുവിധ കേടുപാടും സംഭവിക്കില്ല. അപ്പോൾ അത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇനി നമുക്ക് പപ്പായ ഇല വെച്ചിട്ടുള്ള ഐറ്റംസുകളൊക്കെ ഒന്ന് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു 3 തണ്ട് പപ്പായയുടെ ഇല നന്നായിട്ട് തന്നെ കഴുകി അതിൽ വല്ല എറുവിൽ പുഴുക്കളൊക്കെ ഉണ്ടോ നോക്കിയതിന് ശേഷം ആ ഒരു 3 തണ്ടും ഇതുപോലെ നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് ഇവിടെ നിന്ന് നിൽക്കട്ടെ. എന്നിട്ട് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്കൊന്ന് കാണണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ നോക്കിയാണെങ്കിൽ ഞാൻ ആദ്യമായിട്ട് ചെയ്യണ പണി എന്ന് വെച്ചാൽ ഇതുപോലെ ഡ്രൈ ആയിട്ടുള്ളൊരു മിക്സിഡ് ജാർ എടുത്തിട്ട് അതിലേക്കൊരു 1/2 ഗ്ലാസ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഇനി വാനില എസൻസിൻ്റെ പ്രശ്നമൊന്നുമില്ല, അതൊന്നും ഇല്ലാത്തവർക്കൊക്കെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ കാണിക്കണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 2 ഏലക്കായും ഒരു 2 ഗ്രാമ്പും അതുപോലെ തന്നെ ചെറിയൊരു കറാമ്പട്ടി ഇട്ടിട്ട് പഞ്ചസാര നല്ലോണം അങ്ങോട്ട് പൊടിച്ചെടുത്തിട്ട് എൻ്റെ പൊന്നോ അതിൻ്റെ ഒരു സ്മെല്ലുണ്ടല്ലോ. ഇതൊക്കെ തന്നെയാണ് നമ്മൾ ഈ ഒരു പലഹാരത്തിന് രുചി കൂട്ടുന്നതും. അപ്പോൾ അത് പഞ്ചസാര പൊടിച്ചത് അങ്ങോട്ട് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് പിന്നെ വീണ്ടും വേണ്ടത് എന്താ അറിയോ, ഒരു മിക്സിഡ് ജാർ തന്നെ കേട്ടോ. അപ്പോൾ നിങ്ങൾ ജാറ് ഇതുപോലെ വലിയ ജാറല്ല, ഒരു ഇടത്തരായും ജാറ് നമ്മളെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ അതന്നെ അങ്ങോട്ട് എടുത്തോളൂ. ഞാനിപ്പോൾ കുഞ്ഞ് ജാറിലാണ് പഞ്ചസാര പൊടിച്ചത്. അപ്പോൾ എന്താ അറിയോ, പഞ്ചസാരയിൽ നമ്മൾ ഈ ഒരു ഏലക്കായും ഗ്രാമ്പും കറാമ്പട്ടയൊക്കെ ചേർത്തുകൊണ്ട് അത് പൊടിഞ്ഞ് കിട്ടാൻ നല്ല മൂർച്ചുള്ള ജാറ് നോക്കിയിട്ട് ഞാൻ എടുത്താണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ മിക്സിൻ്റെ ജാറ് വലിയ ജാറൊക്കെ നല്ല മൂർച്ചുണ്ടെങ്കിൽ അതിൽ തന്നെ പഞ്ചസാര പൊടിക്കുക. എന്നിട്ട് ആ പൊടിഞ്ഞ പഞ്ചസാരയിലേക്ക് തന്നെ ഇതുപോലെ ഒരു 3 കോഴിമുട്ട റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട നോക്കിയിട്ട് എടുത്തിട്ട് എന്ത് ചെയ്യുക, പൊട്ടിച്ചൊഴിച്ചെടുത്തിട്ട് പിന്നെ നമ്മൾ ആ പൊഴുത്ത് നല്ലോണം കറുത്ത മുമ്പിളിയായിട്ടുള്ള ആ ഒരു നേന്ത്രപ്പഴം ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കട്ടോ. ഇനിയിപ്പോൾ നേന്ത്രപ്പഴം കറുത്തിട്ടില്ലെങ്കിലും നിങ്ങൾ സാധാരണ അത്യാവശ്യം പഴുപ്പത്തെ നേന്ത്രപ്പഴം വെച്ചിട്ട് ഇത് ചെയ്ത് നോളി. കാരണം ഇത് വൈകുന്നേരത്തെ ചായൻ്റെ കൂടെയും പിന്നെ നമ്മൾ വീട്ടിൽ ഒരു ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ ഇത് അങ്ങോട്ട് ഉണ്ടാക്കി കൊടുത്താൽ നമുക്ക് ബേക്കറിയിൽ നിന്നും കൂടി കിട്ടില്ല ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരം. അപ്പം ഞാൻ ആ ഒരു നേന്ത്രപ്പഴം 2ഉം കട്ട് ചെയ്ത് കൊടുത്ത് അതിലേക്ക് ഞാൻ ആ പഞ്ചസാര പൊടിച്ചത് ഇട്ട് കൊടുത്തിക്കണം കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ പഞ്ചസാര ഈ ഒരു പഴവും മുട്ടയൊക്കെ ഇടുന്ന ജാറിൽ തന്നെ ഇട്ട് പൊടിച്ച് കഴിഞ്ഞാൽ 2 മിക്സിൻ്റെ ജാറിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. ഞാനിപ്പോൾ ചെറുതായതുകൊണ്ടാണ് ഇതിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് പൊടിച്ചത്. ഏതായാലും ഇതും കൂടെ ചേർത്തതിന് ശേഷം നമുക്കിതിലേക്ക് വേണ്ടത് സാധാരണ ഓയിൽ, ഇനിയിപ്പോൾ സൺഫ്ലവർ ഓയിലായാലും വേണ്ടില്ല, ആ കട്ടിക്കൻ ഓയിലായാലും വേണ്ടില്ല, ഏതായാലും വേണ്ടില്ല, ഒരു 1/4 ഗ്ലാസ് അതായത് ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചിട്ട് നല്ലോണം ഒന്നിങ്ങോട്ട് അടിച്ചെടുക്കട്ടോ. അപ്പോൾ നല്ലൊരു മണമൊക്കെ ഉണ്ട്. ആ ഒരു നല്ല പഴുത്ത് കറുത്ത നേന്ത്രപ്പഴത്തിൻ്റെ ആ ഒരു സ്മെല്ലും പിന്നെ പഞ്ചസാരയിൽ പിന്നെ നല്ല നല്ല സാധനങ്ങൾ ചേർത്തുകൊണ്ട് അതിൻ്റെ ഒരു സ്മെല്ലും എല്ലാം കൂടി ആയതുകൊണ്ട് തന്നെ നല്ലോണം ഒന്ന് ഫൈനായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ചെടുക്കാം. അപ്പോൾ ഇതിങ്ങനെ ഒഴിച്ചെടുക്കുമ്പോൾ നമ്മുടെ മിക്സിൻ്റെ ജാറിൽ ഒരു ഇത്തിരി മാത്രമല്ല കുറച്ച് കൂടുതൽ തന്നെ പറ്റി പിടിച്ചൊക്കെ കിടക്കും. അപ്പോൾ ഇത് നമുക്ക് വെള്ളം ചേർത്തിട്ടൊന്നും
ചുഴറ്റിയെടുക്കാനൊന്നും പറ്റൂലല്ലോ. അപ്പോൾ അതിൻ്റെ പേരിൽ ഞാൻ എന്താ ചെയ്തറിയാം, നല്ലോണം കൈയൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം നല്ലോണം അങ്ങോട്ട് വടിച്ചെടുത്തിട്ട് മിക്സിൻ്റെ ജാറ് അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് മൈദ ഒന്ന് തരിച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു മൈദ തരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂണ് അപ്പക്കാരുണ്ടല്ലോ ബേക്കിംഗ് സോഡ, അത് ഒരു 1/2 ടേബിൾ സ്പൂണ്. പിന്നെ അതുപോലെ തന്നെ നമുക്കിത് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പ്. കാരണം നല്ല നേന്ത്രപ്പഴമാണ്, നല്ല മധുരമാണ്, നല്ലോണം പഴുത്തുകൊണ്ട് തന്നെ നല്ല മധുരമുള്ളതുകൊണ്ട് മധുരമുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ ആ ഒരു മധുരത്തേക്ക് അര ഗ്ലാസ് പഞ്ചസാരയും കൂടി ചേർത്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും ഒരു ഇപ്പ് ഇട്ട് കൊടുക്കണത് കേട്ടോ. അപ്പോൾ അപ്പം മൈദൻ്റെ അളവ് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ, വിട്ടുപോയതാണ്. ഒരു കപ്പ് മൈദ, 2 നേന്ത്രപ്പഴത്തിലേക്ക് 1 കപ്പ് മൈദ, 3 കോഴിമുട്ടൊക്കെ വെച്ച് ചെയ്യണോണ്ട് തന്നെ 1 കപ്പ് മൈദയും ഒരു ഉപ്പും പിന്നെ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുന്നില്ല, ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇതെല്ലാം കൂടെ നമ്മൾ ഈ ഒരു അരിപ്പിൽ വെച്ച് അരിക്കണോണ്ട് ഇതെല്ലാം മിക്സായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ 2-3 പ്രാവശ്യമൊക്കെ അരിച്ചെടുക്കുക. ഞാനിപ്പോൾ ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കിത് 2 പ്രാവശ്യമായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. നമ്മൾ ആ ഒരു മുട്ടയുടെ പഴത്തിൻ്റെ ഒക്കെ ഒരു മിക്സ് ബാറ്റർ ഉണ്ടല്ലോ, അതിലേക്ക് ഇത് പകുതി ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരു സ്പാച്ചിൽ വെച്ചിട്ടോ ഒരു സ്പൂൺ വെച്ചിട്ടോ എന്താണ് നിങ്ങളെ കയ്യിലുള്ളത് അത് വെച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒരുപാട് അങ്ങോട്ട് കുത്തി ഇളക്കിയൊന്നും മിക്സ് ചെയ്യണ്ട കേട്ടോ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പലഹാരം ഹാർഡായിട്ട് പോവും. നല്ല സോഫ്റ്റായിട്ട് നിങ്ങൾ കണ്ടില്ല ഞാൻ കട്ട് ചെയ്യണത്, ആ ഒരു നല്ല സോഫ്റ്റിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോഴൊക്കെ നല്ലോണം ശ്രദ്ധിച്ച് പതുക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഈ ഒരു ബാറ്ററും ഈ ഒരു മൈദമാവും നല്ലോണം ഒന്ന് കൂടി ചേരുന്ന വരെ 2 പ്രാവശ്യമാക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടാണ് ഞാൻ മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ആ ഒരു പൊടിയൊക്കെ ഇങ്ങനെ കട്ട പിടിച്ചതുപോലൊക്കെ ഉണ്ടാവും. അതിന് വേണ്ടിയിട്ട് ഇത് ഇങ്ങനെ നടുവിലൂടെ ഒന്ന് ആ ഒരു സ്പാച്ചിലൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അങ്ങനെ കട്ട പിടിച്ചതൊക്കെ ഉണ്ടെങ്കിൽ ആ കട്ടകളൊക്കെ ഉടയാൻ വേണ്ടിയിട്ട് സഹായിക്കും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ബാറ്റർ ഉള്ളത്. ഇനിയിപ്പോൾ ഇത് കുറച്ചൊരു തിക്കായിട്ടൊക്കെയാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒരു തുള്ളി 2 ടേബിൾ സ്പൂണ് പാലോ അതല്ലെങ്കിൽ 2 ടേബിൾ സ്പൂണ് സാധാരണ പച്ചവെള്ളം ഒഴിച്ചിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നിങ്ങൾ ആക്കിയെടുക്കണം. ഇനി നമ്മളിത് തയ്യാറാക്കി എടുക്കുന്നത് നമ്മുടെ വീട്ടിലുണ്ടാകുന്ന സാധാരണ ചായപാത്രം വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ചായപാത്രം വെച്ചിട്ട് പിന്നെ ഇപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഇതിലേക്ക് ബട്ടർ പേപ്പർ ഒന്നും ചെയ്യണില്ല. ബട്ടർ പേപ്പർ ഇല്ലാത്തവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു പലഹാരം തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ ബട്ടർ പേപ്പർ വെക്കാത്തതുകൊണ്ട് തന്നെ ഒരു ലേശം ഇത്തിരി ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിൽ നമ്മൾ മൈദയോ ഗോതമ്പ് പൊടി എന്തെങ്കിലുമൊക്കെ ഒന്ന് വെച്ചിട്ട് ഒന്നിങ്ങനെ കൊട്ടിയെടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഞാൻ ഒരു നുരുമ്പ് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ടേബിൾ സ്പൂണൊക്കെ മൈദ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ നമുക്കിതിൻ്റെ ഈ ഒരു ബക്ക് ഭാഗം നമുക്ക് ഈ ഒരു കേക്കെന്നോ അല്ലെങ്കിൽ പഴപ്പലഹാരമെന്നോ അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ കേട്ടോ. കാരണം ഇത് പറയാൻ ആവില്ല, അത്രക്കും ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂണും കൂടെ മൈദ എടുത്തിട്ട് നല്ലോണം ഒന്ന് ചുറ്റൊന്ന് കൊട്ടി കൊടുക്കുന്നുണ്ട്. കാരണം എന്താ അറിയോ, ഇതിൻ്റെ ഈ ഒരു സൈഡ് ഭാഗമൊക്കെ കുറച്ച് തോനെ ഈ ഒരു മുകൾ ഭാഗം വരെ ഒന്ന് കവർ ചെയ്യണം. കാരണം എന്താ അറിയോ, നമ്മൾ ഈ ഒരു ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചിട്ട് നമ്മൾ ഒന്ന് വേവിച്ചെടുക്കുമ്പോൾ ഇത് പൊങ്ങി വരും. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ബട്ടർ പേപ്പർ വെക്കാതിരിക്കണോണ്ട് തന്നെ അവിടേക്കൊക്കെ മൈദേൻ്റെ കോട്ടിങ് വേണം. അപ്പോൾ നമ്മുടെ പാത്രം ഇവിടെ സെറ്റായിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് പാത്രത്തിലും ചെയ്തെടുക്കട്ടോ. നിങ്ങളെ വീട്ടിൽ കറിപ്പാത്രം ഉണ്ടെങ്കിലും അതിൽ കേക്കിൻ്റെ ടിന്നോ കേക്ക് മോൾഡോ അങ്ങനത്തെ ഒക്കെ വെച്ചിട്ടും നിങ്ങൾക്ക് ചെയ്യാം. ഞാനിപ്പോൾ നമ്മൾ സാധാരണക്കാർക്ക് പെട്ടെന്ന് 2-3 പഴമൊക്കെ കറുത്ത് പോയിട്ടുണ്ടെങ്കിൽ ടെൻഷൻ അടിച്ചിട്ട് അതിനിപ്പം കഴിക്കാനും വയ്യ ഒഴിവാക്കാനും വയ്യ എന്ന് വിചാരിച്ചിട്ട് നിൽക്കുന്ന ആളുകൾക്കൊക്കെ വേണ്ടിയിട്ട് വളരെ സിമ്പിളായ രീതിയിൽ ഒരു കാണിച്ചു തരലാണ് കേട്ടോ ഈ കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പേരിലാണ് ഞാൻ ഈ ഒരു ചായപാത്രം എടുത്തതും ബട്ടർ പേപ്പർ ഒഴിവാക്കിയതും അതുപോലെ തന്നെ വാനില എസൻസ് ഒഴിവാക്കിയതൊക്കെ സാധാരണക്കാരായ ആളുകൾക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന രീതിയാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മളിതൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നത് ഇതുപോലൊരു കുക്കറിൽ വെച്ചിട്ടാണ്. അപ്പോൾ കുക്കർ ഞാൻ കുറച്ച് സമയം ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ട് കത്തിച്ചു. നല്ലോണം ചൂടായതിന് ശേഷം ഈ ഒരു കേക്ക് ബാറ്റർ ഇതിലേക്ക് വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വെച്ചെടുക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിച്ചിട്ട് തന്നെ വെച്ചെടുക്കണം. കാരണം കുക്കർ നല്ലോണം ചൂടായിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കൈയൊക്കെ ഇതിൻ്റെ വക്കുമലൊക്കെ തട്ടിക്കഴിഞ്ഞാൽ പൊള്ളിപ്പോവും. പിന്നെ പറഞ്ഞിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല കേട്ടോ.
അപ്പോൾ ഇതാ ഞാൻ കുക്കർക്ക് വെച്ച് ഒന്നും കൂടെ കാണിച്ചു തരാം. നല്ലോണം ശ്രദ്ധിക്കണം. അപ്പോൾ കുക്കർ നല്ലോണം ചൂടാവും വേണം. അപ്പോൾ ഞാൻ അടുപ്പിൽ വെച്ചിട്ട് ചൂടാക്കിയതിന് ശേഷം ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ് കേട്ടോ. കാരണം ഇനി ഈ ഒരു ട്രൈപോഡും അതുപോലെ തന്നെ ക്യാമറയും എല്ലാം കൂടെ ആ ഒരു ഗ്യാസിൻ്റെ അടുക്ക് കൊണ്ടുപോകണ്ടേ എന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണ്. ഇങ്ങനെ ചൂടാക്കി ഇങ്ങോട്ട് കൊണ്ടുവന്ന് വെച്ചത്. ഏതായാലും കൊണ്ട് വെക്കേണ്ടി വരും. നിങ്ങൾക്ക് ഈ കേക്ക് നല്ലോണം പൊങ്ങി വരണമൊക്കെ ഒന്ന് കാണിച്ച് തരാനൊക്കെ ഉണ്ട്. എന്നാലും ഇതാ വെച്ചെടുത്തു. ഇനി നമുക്ക് ചെയ്യേണ്ട പരിപാടി എന്താ വെച്ചാൽ ഇതാ ഈ ഒരു മൂടി വെച്ചിട്ട് നല്ലവണ്ണം മൂടി കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിലുള്ള ഈ ഒരു പ്രഷറിൻ്റെ വിസിലുണ്ടല്ലോ അതങ്ങോട്ട് മാറ്റിയെടുക്കുക. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യുക, അടുപ്പിലോട്ട് വെച്ചിട്ട് അതവിടെ തീമൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ആ ഒരു ടൈമിൽ നമുക്ക് ഈ ഒരു പപ്പായ ഇല കുറച്ച് എടുത്തിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ച ഇല ഉണ്ടല്ലോ അതെടുത്തിട്ട് ഒരു സോസ് പാനിലേക്ക് ഒരു ലേശം ഒരു 1.5 പിടുത്തം ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ അതേ അളവിൽ തന്നെ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ഈ ഒരു സോസ് പാനിലേക്ക് ലേശം മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അതുപോലെ തന്നെയാണ് ഈ ഒരു മിക്സിഡ് ജാറിലേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളം, ഒരുപാട് വെള്ളത്തിൽ ചെയ്യേണ്ട, ഒരു 1/4 ഗ്ലാസ് വെള്ളം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ആ ഒരു പപ്പായയിൽ ഞാൻ അരച്ചെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സോസ് പാനിലുള്ള പപ്പായയിലും മഞ്ഞൾപ്പൊടിയും വെള്ളം കൂടെ തീമൽ വെച്ചിട്ട് ഇതാ നന്നായിട്ട് തിളക്കുക. ഒരു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുറച്ച് സമയം തിളച്ചതിന് ശേഷം എന്ത് ചെയ്യുക, ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 2 മിനിറ്റെങ്കിലും ലോ ഫ്ലെയിമിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് കത്തി തിളക്കട്ടെ. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതാ മിക്സിഡ് ജാറിന് ഞാൻ അരച്ചെടുത്തിട്ടുള്ള ആ ഒരു ഇതുണ്ടല്ലോ ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം കേട്ടോ. ഒരു അരിപ്പ വെച്ചിട്ട് അരിച്ചെടുക്കുക. ഇത്രയും വെള്ളം വേണ്ട, കുറച്ചും കൂടെ കുറച്ചിട്ട് എടുക്കുക. കാരണം ഞാനിപ്പോൾ ഈ പപ്പായയിലൊന്ന് അരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനൊരു ഗ്ലാസ് വെള്ളം ഒഴിച്ചത്. അപ്പോൾ നിങ്ങളുടെ മിക്സിഡ് ജാറിൻ്റെ മൂർച്ച എങ്ങനെ അനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചിട്ട് ലേശം വെള്ളത്തിൽ അരച്ചെടുക്കുക. എന്നിട്ട് ഇതാ ഞാൻ ഇതുപോലെ 2 പാത്രത്തിലായിട്ട് എടുക്കേണ്ടത്. ഒരു പാത്രത്തിലുള്ളതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ മുത്താറിൻ്റെ പൊടി, മുത്താറിപ്പൊടി എന്ന് പറഞ്ഞാൽ നമ്മൾ റാഗിപ്പൊടി, അതിപ്പോൾ ഇനിയിപ്പോൾ ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതിന് പകരം നിങ്ങൾക്ക് ഗോതമ്പ് പൊടിയോ അരിപ്പൊടിയോ ചേർക്കാവുന്നതാണ്. ഇനിയിപ്പോൾ അതുമില്ലെങ്കിൽ കടലമാവൊക്കെ ചേർക്കുക. പിന്നെ എന്ത് ചെയ്യുക, അപ്പോൾ നമ്മളെ തീമലുള്ളത് അവിടെ കിടന്ന് വേവുണ്ട് കേട്ടോ. അതെന്താ ഇനി ചെയ്യണം, അതെന്താ സംഭവം എന്നൊക്കെ നിങ്ങൾക്ക് കണ്ടാൽ അതിശയിക്കും രീതിയിൽ രുചിയിലാണ് കേട്ടോ അത് തയ്യാറാക്കുന്നത്. എന്നിട്ട് ഇത് നമുക്ക് എന്തായാലാണെന്നറിയോ, ഇത് നമ്മളെ കയ്യിൽ ഞാൻ പരട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്യാനുള്ളതാണ്. നമുക്ക് ഈ ഒരു പപ്പായല നമുക്ക് ഉള്ളിലേക്ക് കഴിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങൾക്കുള്ള ഒരു പരിഹാരം കൂടെയാണിത്. ഈ ഒരു പപ്പായല വെച്ചിട്ടുള്ള ഈ ഒരു ഇത് നമ്മൾ തയ്യാറാക്കിയിട്ട് നമ്മൾ മുഖത്ത് ദിവസവും പുരട്ടുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, നമ്മുടെ മുഖത്തുണ്ടാകുന്ന ഈ കറുത്ത പാടുകൾ, മുഖക്കുരു, പിന്നെ മുഖത്തുണ്ടാകുന്ന ഈ കരിമങ്ങല്യം എന്ന് പറഞ്ഞാൽ മനസ്സിലായിട്ടുണ്ടാകുന്ന വിചാരിക്കണേ, നമ്മളെ കണ്ണിൻ്റെ ചുവട്ടിലുണ്ടാകുന്ന ഒരു കറുപ്പുണ്ടല്ലോ അത്, പിന്നെ മൂക്കിൻ്റെ സൈഡിലുണ്ടാവും ചിലർക്ക് ഒരു ബ്ലാക്ക് വര ഇങ്ങനെ വരുന്നത്, അത് പോയി കിട്ടാനും, അങ്ങനെ മുഖത്ത് അമിതമായിട്ടുള്ള രോമവളർച്ച, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നീങ്ങി മുഖം നല്ല പോലെ വെട്ടിത്തിളങ്ങാൻ സഹായിക്കുന്നൊരു ഇതാണ്, ഫേസ് പാക്കാണ് നമ്മൾ ആദ്യം തയ്യാറാക്കി കാണിച്ചത് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെയാണ് നമുക്ക് ഈ ഒരു പപ്പായ ഇല വെച്ചിട്ട്, ഈ പപ്പായ ഇല എന്ന് പറഞ്ഞാൽ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ളൊരു സാധനമാണ് പപ്പായ ഇല. ഇത് നമ്മൾ സാധാരണ താളിച്ചും തോരൻ വെച്ചും കറി വെച്ചും ഒക്കെ ചിലരൊക്കെ കഴിക്കാറുണ്ട്. ഇതിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ അറിയണവർ മാത്രമേ കേട്ടോ അതൊക്കെ ചെയ്യുള്ളൂ. അല്ലാത്തവരൊന്നും ആരും ഇത് ചെയ്യണില്ല. നമ്മൾ പലതരം ചീരകളൊക്കെ വാങ്ങി കഴിക്കണമെങ്കിലും അതിനേക്കാളൊക്കെ ഒരുപാട് കഴിക്കാൻ ടേസ്റ്റും ഗുണങ്ങളൊക്കെ ഇതിനുണ്ട്. പക്ഷെ അത് ആർക്കും അറിയില്ല എന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ് അതൊക്കെ നിങ്ങളെ മുന്നിലേക്ക് അതൊക്കെ വെയിറ്റ് വരെയുണ്ട്. അപ്പോൾ ഇത് എന്താ വെച്ചാൽ ഇത് നമ്മൾ ഒരു 35-40 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തുറന്ന് നോക്കുമ്പോൾ മാഷാ അല്ലാഹ് അടിപൊളിയായിട്ട് തന്നെ നല്ലോണം, ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു കേക്ക് ബാറ്റർ ഈ ഒരു പാത്രം നിറച്ചുകൊണ്ടിട്ട് ഈ ഒരു കേക്ക് ഇതിൽ നിന്ന് എടുത്ത് വെച്ചിട്ട് കുറച്ച് സമയം ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് കാത്തിരിക്കാം. ഇതിപ്പോൾ നല്ല ഹൈറ്റിലായിട്ട് നിൽക്കുന്നത്. ആ ഒരു ചായപാത്രം ഫുള്ളായിട്ടും ഈ ഒരു കേക്ക് ഉണ്ട്. അപ്പോൾ എന്താ പറയുക, ഇത് നമ്മൾ സോഫ്റ്റാണ്, ഭയങ്കര സോഫ്റ്റാണ്, പഞ്ഞിക്കെട്ടാണ്. ഇത് കാണുമ്പോൾ തന്നെ മുകൾ ഭാഗം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇതൊന്ന് കുഴിഞ്ഞൊന്നും പോവാതെ നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്.
അപ്പോൾ ഇതാ ഏതായാലും ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് ഈ ഒരു പാത്രമൊക്കെ നല്ലോണം ചൂടാറി. ഇനി ഇതിൻ്റെ സൈഡൊക്കെ നമുക്ക് ഇതുപോലെ ഒന്ന് ഇങ്ങനെ വിടർത്തി കൊടുക്കുക. ഇനിയിപ്പോൾ നല്ലോണം ഒട്ടിപ്പിടിക്കുന്ന കാര്യം നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ വല്ല ചട്ടകോ കത്തിയോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഇതിൻ്റെ സൈഡിലൂടെ ഒന്ന് വിടിയിച്ച് കൊടുത്തിട്ട് ഇതുപോലൊന്ന് ഇതാക്കി കൊടുത്താൽ അടിപൊളിയായിട്ട്. നിങ്ങൾ അതിൻ്റെ അടിഭാഗം നല്ലോണം കണ്ടില്ലേ, കരിഞ്ഞു പോവുകയോ ഒന്നും ചെയ്തിട്ടില്ല, നല്ല മട്ടത്തിൽ തന്നെ കിട്ടിയിട്ടുണ്ടതാ. കൈയിൻ്റെ വിരലിങ്ങനെ വെക്കുമ്പോഴേക്കും നല്ല സോഫ്റ്റാണ് കേട്ടോ. അതാ പഞ്ഞിക്കെട്ടാണ് മക്കളെ. ഇത് എൻ്റെ അടിഭാഗം ഒന്നും കരിഞ്ഞു പോയിട്ടില്ല. ആ ഒരു മൈദൻ്റെ ആ ഒരു വൈറ്റ് കളർ ചെറുതായിട്ടൊന്ന് കാണുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ സംശയം ഇതിൻ്റെ ഉള്ളിൽ വെന്തിട്ടുണ്ടാവുമെന്നുണ്ടാവില്ലേ, ഈ ഒരു പഴമൊക്കെ വെച്ച് മൈദൊക്കെ വെച്ചിട്ട് ചെയ്തുകൊണ്ട് തന്നെ ഉള്ളിൽ വെന്തിട്ടുണ്ടാവുമെന്ന് സംശയമുള്ള ആളുകളുണ്ടെങ്കിൽ ഞാനിത് വട്ടത്തിൽ കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. ലെയറായിട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പം നിങ്ങൾക്ക് മനസ്സിലായി ഇതിൻ്റെ ഉൾഭാഗമൊക്കെ ഭയങ്കര സോഫ്റ്റും നല്ലോണം കുക്കായി അടിപൊളിയായിട്ട് തന്നെ കിട്ടുന്നുണ്ടെന്നുള്ളത്. പിന്നെ ഇതിന് നമ്മൾ വാനില എസൻസ് ഒക്കെ ചേർക്കാത്തത് കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് നമുക്ക് ചില കേക്കൊക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഒരമണിക്കൂർ കഴിഞ്ഞാലും ആ ഒരു മുട്ടൻ്റെ ചുവ ഒന്നും പോയിട്ടുണ്ടാവില്ല. പക്ഷേ നമ്മൾ ഇതുപോലെ പഞ്ചസാരയിൽ ഏലക്ക, ഗ്രാമ്പൂ, കറാമ്പട്ടൊക്കെ വെച്ചിട്ട് പൊട്ടിച്ചിട്ട് ചെയ്യുന്ന ഈ ഒരു കേക്കിന് യാതൊരു വിധത്തിലുള്ള മുട്ടൻ്റെ സ്മെല്ലോ, ഇനിയിപ്പോൾ മുട്ട ഇഷ്ടമില്ലാത്തവർക്ക് പോലും ഈ ഒരു കേക്ക് കഴിക്കാൻ ഒരുപാട് ഇഷ്ടമാവും. അത്രക്കും ടേസ്റ്റിയാണ് കേട്ടോ. വളരെ പെട്ടെന്ന് നമുക്ക് പെട്ടെന്ന് മുറിച്ച് കഴിക്കാനും പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ഈ വാനില എസൻസ് ഒക്കെ ചേർത്തിട്ടുള്ള കേക്കൊക്കെ കഴിക്കണമെങ്കിൽ ഒരു 5-8 മണിക്കൂറെങ്കിലും കഴിഞ്ഞെങ്കിൽ ആ ഒരു മുട്ടൻ്റെ ചുവയൊക്കെ പോവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വാനില എസൻസിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തോലും അതില്ലാത്തോലും അതുപോലെ തന്നെ മുട്ടയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തോലൊക്കെ ഉണ്ടെങ്കിൽ വലിയൊരു ഉപകാരമാണ് ഈ ഒരു രീതിയിൽ. നിങ്ങളിനിപ്പം പഴം വെച്ചിട്ട് നല്ല സാധാരണ സ്പോഞ്ച് കേക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ പോലും ഈ ഒരു രീതിയിൽ നിങ്ങൾ പഞ്ചസാരൊക്കെ പൊടിച്ചിട്ട് ചെയ്തോളേണ്ടി കേട്ടോ. അതിന് പഴം എടുക്കേണ്ടെന്നേ ഉള്ളൂ, ബാക്കിയെല്ലാം ഇതുപോലെ തന്നെയാണ് നമ്മൾ സ്പോഞ്ച് കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ നോക്കിയാണ് കട്ട് ചെയ്തത് പഴിച്ചിട്ട് ഇതാ ഒരു കഷ്ണം ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. അവൻ്റെ മക്കളെ ഇതിൻ്റെ ഒരു രുചി ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു രുചിയാണ് കേട്ടോ. സാധാരണ കേക്ക് കഴിക്കുന്ന പോലല്ല. എനിക്ക് തോന്നുന്ന ഏലക്കായും എല്ലാം കൂടെ ആ ഒരു പഞ്ചസാരയും പൊടിഞ്ഞിട്ടാണെന്നാണ് തോന്നുന്നത്. ഒരു അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരൊറ്റ പ്രാവശ്യം ഇത് ഉണ്ടാക്കി നോക്കുമ്പോൾ മനസ്സിലാവട്ടെ ഇതിൻ്റെ ടേസ്റ്റ്. അപ്പം ഞാനിതാ ഇതുപോലെ ലെയറായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ആ ഒരു കുഞ്ഞു പാത്രത്തിൽ കണ്ടപ്പോൾ നിങ്ങൾ വിചാരിച്ചില്ലേ ഇത്രത്തോളം ഉണ്ടെന്ന്. അപ്പോൾ കുഞ്ഞ് പാത്രമാണെങ്കിലും നല്ല ഹൈറ്റിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ ക്യാമറ കുറച്ച് വിട്ട് വെച്ചിട്ട് വീഡിയോ ചെയ്യുന്നതുകൊണ്ടാണ് പാത്രം കുറച്ച് ചെറുതായിട്ടൊക്കെ തോന്നുന്നത്. പാത്രം അത്യാവശ്യം വലുപ്പമൊക്കെ ഉണ്ട് കേട്ടോ, ഒരുപാട് വലുപ്പമില്ലെങ്കിലും അത്യാവശ്യമൊക്കെ ഉണ്ട്. അപ്പോഴേ ആ ഒരു പപ്പായ ഇലയുടെ ഇതുണ്ടല്ലോ ചായ നമ്മൾ ഉണ്ടാക്കിയത്, അത് നിങ്ങൾ മസ്റ്റായിട്ടും ഉണ്ടാക്കി കുടിക്കണം കേട്ടോ. കാരണം എന്താ വെച്ചാൽ പപ്പായ ഇലയിൽ വിറ്റാമിൻ സി, വിറ്റാമിൻ ഇ, അതുപോലെ തന്നെ ഫ്ലേവനോയിഡുകൾ, മറ്റ് ആൻറ്റി ഓക്സിഡൻറ്റുകൾ അതെല്ലാം ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ ശരീരത്തിലെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു സംഭവമാണ്. പ്രത്യേകിച്ച് ഈ ഒരു മഴക്കാലമായതുകൊണ്ട് തന്നെ അത് നിങ്ങൾ മസ്റ്റായിട്ട് ഉണ്ടാക്കി കുടിക്കുക. പിന്നെ പ്രമേഹം നിയന്ത്രിക്കാൻ നല്ലൊരു മെഡിസിനും കൂടെയാണ് കേട്ടോ ആ ഒരു ഡ്രിങ്ക്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ക്യാൻസർ തടയാനുള്ള ഒരുപാട്, ക്യാൻസർ രോഗമൊക്കെ പേടിയാണല്ലോ കേൾക്കുന്നത്, അതൊക്കെ തടയാനുള്ള ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ പപ്പായ ഇലയുടെ ആ ഒരു സംഭവങ്ങൾ ഉണ്ടാക്കി കുടിക്കണം. ഈ കേക്കിനേക്കാളൊക്കെ നമുക്ക് വേണ്ടത് അതാണ്, അത് കുടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതോടൊപ്പം തന്നെ നമുക്ക് ഇഷ്ടത്തോടു കൂടി കഴിക്കാൻ പറ്റുന്ന ഈ ഒരു അടിപൊളി പഞ്ഞിക്കെട്ട് നമ്മുടെ വീട്ടിൽ പഴമൊക്കെ ബാക്കിയായിട്ട് കിടക്കുമ്പോഴൊക്കെ യാതൊരു വലിയൊരു ചിലവോ കാര്യമില്ലാതെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈ ഒരു അടിപൊളി കേക്ക് നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഈ ഒരു മഴയത്തൊക്കെ ഇതിൽ നിന്ന് ഒരൊറ്റ പീസ് കിട്ടിയാൽ മതിയാവും. നമ്മളെ കുട്ടികൾക്ക് സ്കൂളിൽ വരുന്ന സമയത്തൊക്കെ കൊടുത്താലുണ്ടല്ലോ അവർക്ക് നല്ല ഇഷ്ടമാവും കേട്ടോ. ഇനിയിപ്പോൾ പഴം കറക്കാനൊന്നും നിൽക്കണ്ട, സാധാരണ കറക്കാത്ത പഴം വെച്ചിട്ട് നമുക്കിത് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ പരമാവധി ആളുകളിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. കാരണം ഒരുപാട് പേർക്കുണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഈ പഴം കറുത്ത് പോകുക എന്നുള്ളത്. അപ്പോൾ ഇനി ആ ഒരു ബുദ്ധിമുട്ട് ഇനി ആർക്കും ഉണ്ടാവാൻ പാടില്ല. ആ ഒരു പഴം കറുക്കാത്തൊരു കറുപ്പിക്ക വരെ ചെയ്യുന്ന രീതിയിലുള്ള നല്ലൊരു അടിപൊളി ഒരു വെറൈറ്റി പലഹാരമാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.